ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡില് ശാരദാമ്മ ശാലിനിയെയും വിഷ്ണുവിനെയും കാണാതെ ടെൻഷൻ അടിച്ച് നിൽക്കണേ. ഫോൺ എടുത്ത് ശാലിനിയെ വിളിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. അപ്പോഴായിരിക്കും രോഹിത് അങ്ങോട്ട് വരുന്നത്. കാർ കണ്ട് നോക്കുമ്പോഴാണ് രോഹിത് ആണെന്ന് മനസ്സിലാവുന്നത്. രോഹിത് അകത്തേക്ക് വന്ന് കയറുമ്പോ തന്നെ സത്യയും പപ്പിയും കാണുന്നുണ്ട്. സത്യ പറയും, ദേ പപ്പി, നിന്റെ അച്ഛൻ വന്നോ? അങ്ങനെയൊക്കെ കേൾക്കുമ്പോ തന്നെ രോഹിത്തിന് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ശാരദാമ്മ പറയും, മോൻ വാ, അകത്തേക്ക് കയറിയിരിക്കാം. രോഹിത്തിന് ദേഷ്യം ഉണ്ടെങ്കിലും ഒന്നും പറയുന്നില്ല. ശാരദാമ്മ പറയും, മോൻ വാ, അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോവാ. സത്യക്കും രോഹിതങ്ങളെ പപ്പിയെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണോ? ആ അതെ എന്ന് നല്ല ഗൗരവത്തിൽ പറയണേ. പപ്പി പറയും, ഞങ്ങള് പഠിക്കായിരുന്നു വെച്ചാ കമ്പൈൻ സ്റ്റഡിയാ. ശാരദാമ്മ പറയും, ഉവ്വ് രണ്ടും കൂടെ ഇറക്കി പിടിച്ച് എന്തൊക്കെയോ പുരാണം പറയുന്നുണ്ടായിരുന്നു, അല്ലാതെ പഠിക്കുന്നൊന്നും ഞാൻ കണ്ടില്ല. രോഹിത്തിന് നല്ല ദേഷ്യമുണ്ട്. ഇതൊക്കെ നല്ല ഗൗരവത്തിൽ തന്നെ എടുക്കുന്നത് ശാലിനിയുടെ. ശാരദാമ്മ പറയും, ശാലിനി ഇതുവരെ വന്നിട്ടില്ല. ഇത്രയും നേരൊക്കെ വൈകുന്നത് പതിവില്ലാത്തതാ. ഇനിയിപ്പോ ഏതെങ്കിലും മന്ത്രി എമർജൻസി മീറ്റിംഗിന് വിളിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ വൈകേണ്ട കാര്യമുള്ളൂ. അങ്ങനെയാണെങ്കിലും എന്റെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറയേണ്ടതാ. പക്ഷെ ഇന്ന് അതും ഉണ്ടായില്ല. ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. രോഹിത് പറയും, ഇതേ സമയം ശ്യാമ ഇവരെ വിളിക്കാൻ ട്രൈ ചെയ്തോണ്ടിരിക്കണേ. അങ്ങനെ ഇവിടെ രോഹിത് പറയും, എന്നാ പിന്നെ ഞാൻ ഇവിടെ കൊണ്ടുപോട്ടെ, വാ പോവാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ശാരദാമ്മയുടെ ഫോണിലേക്ക് കോള് വരിക. ആ ശ്യാമയാണ് മോനെ. അപ്പൊ തന്നെ രോഹിത്തിന് ഒന്നുകൂടെ ദേഷ്യം വരും. ഞാനൊന്ന് എടുത്തു നോക്കട്ടെ. ഹലോ. ശ്യാമയ്ക്കും, അമ്മേ രോഹിത് അവിടെ ഉണ്ടോ? ആ മോളെ, രോഹിത് ഇവിടെ ഉണ്ട്. ഇവിടുന്ന് മോളെ കൂട്ടി ഇറങ്ങാനിരിക്കുക. ശ്യാമയ്ക്ക് ഇപ്പൊ തന്നെ പേടിയാവുന്നുണ്ട്. ശാരദാമ്മയ്ക്കും എന്താടി സംഭവിച്ചത്? വിഷ്ണു പപ്പി ഇവിടെ ആക്കിയിട്ട് വൈകിട്ട് വന്ന് കൊണ്ടുപോയിക്കോളാന്നാ ശാന്ത പറയുന്നത്. പക്ഷേ വിഷ്ണു വന്നില്ല, ശാലിനി വന്നിട്ടില്ല. രോഹിത്തിനാണെങ്കിൽ കാര്യങ്ങളൊന്നും അറിയാനും പാടില്ല. ശ്യാമയ്ക്കും, രോഹിത് ഒന്നും പറഞ്ഞില്ലേ? എന്ത് പറയാൻ, രോഹിത്തിനൊന്നും അറിയില്ലെന്നേ. രോഹിത് അങ്ങ് ദേഷ്യത്തില് അങ്ങ് അടക്കി പിടിച്ച് നിക്കുക. ഇതേ സമയം ബാമ ശ്യാമയുടെ അടുത്ത് വരുന്നുണ്ട്. ശ്യാമ ഇത് കണ്ടിട്ടില്ല. ശാരദാമ്മ പറയും, അവരിപ്പോ അങ്ങോട്ട് വരും മോളെ. എന്നാ രോഹിത്തിന്റെ കൂടെ മോളെ പറഞ്ഞയക്കുന്നതില് ശ്യാമയ്ക്ക് നല്ല പേടിയുണ്ട്. എന്നാ പിന്നെ പപ്പി ഒരു ദിവസം അവിടെ നിക്കട്ടെ, ഇന്നിപ്പോ ഇനി ഇങ്ങോട്ട് വിടണ്ട. അപ്പൊ പിന്നെ രോഹിത്തിനോട് എന്ത് പറയും മോളെ? ശ്യാമ പറയും, അത് അമ്മ രോഹിത്തിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതി. വിഷ്ണു ഏട്ടനും വന്നിട്ടില്ല, അവിടെ ഇപ്പോ കുഞ്ഞേച്ചിയും വന്നിട്ടില്ല എന്നല്ലേ പറയുന്നത്. ആകെപ്പാടെ മനസ്സിനൊരു സ്വസ്ഥത ഇല്ലമ്മേ. എന്തൊക്കെയോ ഒരു ആപത്ത് വരാൻ പോകുന്നത് പോലൊരു തോന്നല്. തൽക്കാലത്തേക്ക് ഇന്ന് മോളെ അവിടെ നിർത്ത്. രോഹിത്തിനോട് അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ കരഞ്ഞോണ്ടാ ക്ഷമ പറയുന്നത്. ഒന്നും തുറന്നു പറയാൻ പറ്റണില്ല. അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ബാമയെ കാണുക. ബാമയെ കാണുന്നതും ശ്യാമ ഇങ്ങനെ ഞെട്ടിപ്പോവും. ബാമ എല്ലാം കേട്ടാ നിക്കുന്നേ. വേഗം കോളങ്ങ് കട്ട് ചെയ്യാണ് ശ്യാമ. ശാരദാമ്മയാണെങ്കിൽ, ഹലോ ശ്യാമേ, ഇവളെന്തിനാ ഫോൺ കട്ടാക്കിയത്? രോഹിത് ആണെങ്കിൽ ആകെ ദേഷ്യത്തിലാണല്ലോ നിക്കുന്നത്. ബാമയുടെ വീട്ടിലാണെങ്കിലേ അവിടെ ശ്യാമ പേടിച്ചാ നിക്കുന്നത്. ഈശ്വര, സത്യാമ്മ എല്ലാം കേട്ടോ? അങ്ങനെ ശാരദാമ്മ വീണ്ടും അങ്ങോട്ട് ഇങ്ങനെ തിരിച്ചു വിളിക്കാം. മോനിക്ക്, ഞാൻ ഇന്നിവിടെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും കോള് പോകുന്നില്ല. സ്വിച്ച് ഓഫ് ആണല്ലോ. ഇനിയിപ്പോ ചാർജ് വല്ലതും തീർന്നതായിരിക്കും അല്ലേ? അപ്പൊ രോഹിത് പറയും, ആ എന്ന് പറഞ്ഞ് മുഖം തിരിക്കുക. കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും കോള് പോകുന്നില്ല. ഇതേ സമയം ബാമ ശ്യാമയോട് ദേഷ്യപ്പെടാ. ഡി, പാപ്പിമാളെ അവിടെ നിർത്താനല്ല ഞാൻ വളർത്തിയത്, എന്റെ ഈ വീട്ടിൽ വളരാനാ. ഡേ, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നീയല്ല, ഞാനാ. അത് അവനെ ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് തന്നെ കാര്യം, അല്ലെങ്കിൽ ഭാര്യയുടെ വാക്കും കേട്ട് അവനിങ്ങ് ചൂല് പോലെ വരും എന്ന് പറഞ്ഞ് രോഹിത്തിനെ വിളിക്കാൻ പോവാണ് ബാമ. പിന്നാലെ ശ്യാമയും പേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ശാരദാമ്മയാണെങ്കിൽ ശ്യാമേനെ ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല. അങ്ങനെ നിൽക്കുമ്പോ ബാമ വിളിക്കാൻ തുടങ്ങുക. അതേസമയം രോഹിത് പറയും, ഇനി വിളിക്കണ്ട, ഞങ്ങൾ ഇറങ്ങാ, വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ ശാരദാമ്മ പറയും, മോനെ ഇന്നൊരു ദിവസം പപ്പി. അപ്പോഴേക്കും കോള് വരികയാണ് രോഹിത്തിന്റെ ഫോണിലേക്ക്. രോഹിത് കോള് അറ്റൻഡ് ചെയ്യും. സത്യാമ്മയാ? ഹലോ, നീ ഇപ്പൊ എവിടെയാണേ? ഞാൻ ശാരദാമ്മയുടെ വീട്ടിലുണ്ട് സത്യാമ്മേ. ബാമയ്ക്കും, നിന്നോട് അച്ഛ വീട്ടിക്ക് പുറത്തേക്ക് പോകാനാണോ ഞാൻ പറഞ്ഞത്? പപ്പിയോട് വിളിച്ചോണ്ട് വരാനല്ലേ ഞാൻ പറഞ്ഞത്? അതല്ല സത്യമേ, പപ്പിയെ ഞങ്ങളെ കൊണ്ടുപോയ പോരെന്നാ ശാരദാമ്മ ചോദിക്കുന്നത്. ബാമറിതെ, എന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ശാരദാമ്മയല്ല, ഞാനാണേ. നിന്നെ അങ്ങോട്ട് പറഞ്ഞയച്ചതേ മോളെ വിളിച്ച് വേഗം വീട്ടിലേക്ക് തിരികെ വരാനാ. അത് നീ അങ്ങ് ചെയ്താ മതി, അല്ലാതെ മറ്റുള്ളവരുടെ വാക്കും കേട്ട് അവർക്ക് സ്തുതി പാടാൻ നിന്നാലുണ്ടല്ലോ. മനസ്സിലായല്ലോ? പപ്പി ഇല്ലാതെ നീ ഇങ്ങോട്ട് വരണ്ട. രോഹിത്തിനും താല്പര്യമില്ല കൊണ്ടുപോവാനേ. അത് പിന്നെ സത്യമേ, ബാമറിയും, നീ ആ ഫോണ് ശാരദാമ്മയ്ക്കൊന്ന് കൊടുത്തേ, ഞാനൊന്ന് സംസാരിക്കട്ടെ. അപ്പോ രോഹിത് പറയും, സത്യാമ്മയാണ്, ദാ എന്തോ സംസാരിക്കാനുണ്ടെന്ന് എന്ന് പറഞ്ഞ് കോള് കൊടുക്കും. ശാരദാമ്മ അത് വാങ്ങിക്കുക. ആ സത്യാമ്മേ. ബാമറിയും, അതെ, ഞാൻ അറിയാതെയാ വിഷ്ണു പപ്പിയെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയത്. ഞാൻ അറിഞ്ഞിരുന്നെങ്കിലേ അങ്ങനെ ഒരു സാഹസം അവനെ കൊണ്ട് ചെയ്യിപ്പിക്കില്ലായിരുന്നു. ഇതൊക്കെ കേട്ട് ശ്യാമ പേടിച്ചുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. ശാരദാമ്മ പറയും, അതെന്ത് വർത്താന സത്യാമ്മ നിങ്ങൾ പറയുന്നത്? പപ്പി എന്റെ മോളുടെ മോളല്ലേ. നിങ്ങൾക്കുള്ള അധികാര അവകാശമൊക്കെ എനിക്ക് അവളുടെ കാര്യത്തിലില്ലേ? ഓരോരു ദിവസം ഇവളിവിടെ നിർത്തിക്കോട്ടെ എന്നല്ലേ ചോദിച്ചോളൂ. അത് ഇത്ര വലിയ കുറ്റാണോ സത്യാമ്മേ? ബാമറെ, എന്നാ പിന്നെ കൊച്ചുമോളെ മാത്രാക്കണ്ട, അമ്മയെ കൂടെ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. രണ്ടുപേരെയും കൊതി തീരുവോളം അവിടെ അങ്ങ് കണ്ടി നിർത്തിക്കോ. പെൺമക്കളുടെ ഭാവിയല്ല, അവരെ കണ്ടോണ്ടിരിക്കാനാണ്
അമ്മമാരുടെ ആഗ്രഹമെങ്കിൽ കെട്ടിക്കൊണ്ടുവന്ന വീട്ടിലെ ഞങ്ങളെപ്പോലുള്ള അമ്മമാരെ വലഞ്ഞത് തന്നെ. അപ്പോ ശാരദ പറയും, സത്യമേ ഇവിടെ ശാലിനി ഇതുവരെ വന്നിട്ടില്ല, എവിടെ പോയെന്ന് അറിയാനും വയ്യ, ഞാൻ അതിന്റെ ഒരു വിഷമത്തിലിരിക്ക. അതിനോടൊപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വാക്കുകൾ പറയരുത്. ബാമറിഹോ ഇവിടെ കൊച്ചനിത്യം പറയുന്നത് കേട്ടു, കുഞ്ഞേച്ചിയെ കാണാനില്ലെന്ന്, കളക്ടറെ കാണാനില്ലെന്ന്. ആരെങ്കിലും പറഞ്ഞ വിശ്വസിക്കോ? കള്ളത്തരാ അവളുടെ നാടകം. എന്റെ അടുത്ത് അവളുടെ ഒരു നാടകവും ചെലവാകില്ല. പാതിരാത്രി ഇറങ്ങി പോവേ പുറപ്പെട്ടു പോവേ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. ദേ എനിക്ക് എന്റെ കൊച്ചുമോൾ എവിടെ കിട്ടണം. രോഹിത്തിന്റെ ഒപ്പം അവളെ പറഞ്ഞു വിടണം. ശാരദാമ്മ രോഹിത്തിനെ നോക്കുമ്പോ രോഹിത്ത് മൈൻഡ് ചെയ്യാണ്ട് നിൽക്കും. ഫോണൊന്ന് രോഹിത്തിന് കൊടുത്തേ. ശാരദാമ്മ ഫോൺ കൊടുക്കും. തരാൻ പറഞ്ഞു. ആ സത്യമ്മ പറഞ്ഞോളൂ. പറയാനൊന്നുമില്ല, എത്രയും പെട്ടെന്ന് നീ പപ്പിയെ കൂട്ടി ഇവിടെ എത്തണം, ഇല്ലെങ്കിലേ ഞാൻ അങ്ങോട്ട് വരും. രോഹിത്തിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. ആ ശരി ഞാൻ വരാം. ആ ശരി എന്ന് പറഞ്ഞ ബാമ കോള് കെട്ടയാ. ശ്യാമയെ നോക്കുമ്പോ ശ്യാമ വേഗം അത്തേക്ക് പോവും. അവിടെ കുടുംബശ്രീ വീട്ടിലെ രോഹിത്ത് പറയും, വാ പപ്പി നമുക്ക് വീട്ടിൽ പോകാം. അപ്പോ പപ്പി പറയും, അച്ഛാ ഞാൻ നാളെ. രോഹിത്ത് പറയും, വേണ്ടെന്ന് പറഞ്ഞില്ലേ അച്ഛാ, പ്ലീസ് അച്ഛാ. അപ്പോഴേക്ക് രോഹിത്തിന് പറയും, ഡീ പറഞ്ഞത് കേട്ടില്ലെങ്കിലേ നല്ല ചുട്ടടി ഞാൻ വെച്ച് വരും, പോയി കാർ കയറടി. ഇങ്ങനെ രോഹിത്ത് പറഞ്ഞു നോക്കുമ്പോ പപ്പി തന്നെ അങ്ങ് ഞെട്ടിപ്പോകും. ശാരദാമ്മ, മോനെ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പപ്പി മോള് വരും. മോള് ചെല്ലേ. സത്യാമ്മ അവിടെ കിടന്ന് ബഹളം വെക്കുന്നത് കൊണ്ടാ അച്ഛൻ ദേഷ്യപ്പെടുന്നത്. മോള് ചെല്ലേ, നമുക്ക് വേറൊരു ദിവസം ഇവിടെ വന്ന് നിക്കാം. പപ്പിക്ക് പോകാൻ താല്പര്യമില്ല. എന്നാ പിന്നെ പോട്ടെ സത്യ പറയും, ശരി നാളെ സ്കൂളിൽ വെച്ച് കാണാം. ശരി. രോഹിത്ത് പറയും, മതി മതി വാ വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവാണേ. കൈ പിടിക്കുന്നൊന്നുമില്ല. അവര് പോകുമ്പോ പിന്നാലെ ശാരദാമ്മയും പിന്നെ സത്യയും പോയി നോക്കാണേ. രോഹിത്ത് ഇങ്ങനെ ഡോറിന്റെ അടുത്ത് നിന്നിട്ട് കേറ് എന്നൊക്കെ നല്ല ദേഷ്യത്തിലാ പറയുന്നത്. അങ്ങനെ പപ്പിമോള് വേഗം കയറും. രോഹിത്ത് വേഗം അതായത് സ്പീഡില് ഡോറൊക്കെ അടച്ച് കാറിൽ കയറി കാറെടുത്ത് പോവാണ്. അങ്ങനെ അവര് പോയി കഴിഞ്ഞാൽ ശാരദാമ്മ അവിടെ ഇരിക്കും. സത്യയ്ക്കും, അമ്മ ഇതുവരെ വന്നില്ലല്ലോ ശാരദാമ്മേ. ആ അത് തന്നെ മോളെ ഞാനും ആലോചിക്കുന്നത്. ഇത്രയൊക്കെ വൈകാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒക്കെ വിളിച്ചറിയിക്കുന്നതാ. ഇതിപ്പോ വിളിച്ചിട്ടുമില്ല, ഒരു വിവരവും ഇല്ല. എന്താ ഇപ്പൊ ചെയ്യാ? ഒന്നുകൂടെ വിളിച്ചു നോക്കിയാലോ? സത്യ അങ്ങനെ ശാരദാമ്മ ഒന്നുകൂടെ ട്രൈ ചെയ്യണേ. ഷോ എടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം സത്യ ഇങ്ങനെ ചേർത്ത് പിടിക്കണേ. ഇത് സമയം കാറിൽ ഇങ്ങനെ പോകുമ്പോ പപ്പി ഇങ്ങനെ നോക്കുന്നുണ്ടേ. പപ്പി നോക്കുന്നത് കാണുമ്പോ രോഹിത്തിന് വല്ലാത്ത ദേഷ്യം തോന്നണേ. എന്ന് പറഞ്ഞ മുഖം തിരിക്കുന്നൊക്കെ ഉണ്ട്. പപ്പിക്ക് അങ്ങ് സങ്കടാവുന്നൊക്കെയാ. പിന്നീട് ശാരദാമ്മയോട് സത്യയ്ക്കും, അമ്മ വരില്ലേ? വരും, ഇപ്പൊ വരൂട്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കെട്ടിപ്പിടിക്കാണ് സത്യനെ. ശേഷം പിന്നീട് കാണിക്കുന്നത് ബീച്ചിലാണ്. അവിടെ ആ നെയിം ബോർഡ് ഇപ്പോഴും ഉണ്ട്. ഇതേ സമയം ഹോസ്പിറ്റലിലെ മോർച്ചറിയിലേക്ക് പോവാണ്. അനുപല്ലവിയും കമലനും വിഷ്ണുവും കൂടെ. വിഷ്ണുവിനാണെങ്കിൽ നടക്കാൻ കൂടി പറ്റുന്നില്ല, അത്രയ്ക്കും തളർന്ന അവസ്ഥയിലാ. അങ്ങനെ അതിനടുത്തെത്തുമ്പോ വിഷ്ണു, ഡാ എനിക്ക് മുന്നോട്ട് നടക്കാൻ പറ്റില്ല, കാലുകളൊക്കെ തളരുന്ന പോലെ തോന്നാ. നിങ്ങൾ രണ്ടുപേരും ചെല്ലേ. അയാള് പറയുന്നത് കേൾക്കാനുള്ള മാനസികാവസ്ഥ എനിക്കില്ല. നിങ്ങളൊന്ന് ചെല്ലുവോ? നോക്കിയാ മതി. കമലം പറയും, ആശാനെ നമുക്ക് എന്ത് വന്നാലും ഇത് ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാനേ ആവൂ. വന്ന് കണ്ട് ഏട്ടത്തിനെ അല്ലെന്ന് ഉറപ്പ് വരുത്തിയ പിന്നെ ആശാന്റെ പകുതി സങ്കടെങ്കിലും മാറില്ലോ എന്ന് ഓർത്തിട്ടാ ഞാൻ. വിഷ്ണു കരഞ്ഞോണ്ട് പറയും, നീ ഇവരൊക്കെ പറഞ്ഞത് കേട്ടില്ലേ? കടപ്പുറത്തേക്ക് ശാലിനി പോകുന്നത് കണ്ടവരുണ്ട്. പിന്നെ മരിച്ച പെൺകുട്ടിയും പച്ച സാരി ഉടുത്തത്. അവരൊക്കെ പറഞ്ഞതുപോലെ ഇതിന്റെ ശാലിനിയാണെങ്കിലേ ഞാനിവിടെ കുഴഞ്ഞു വീഴൂടാ. ആ ഒരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. നീ ചെല്ലടാ. ഇത് കേൾക്കുമ്പോ കമലനും അനുവിനും സങ്കടാവുന്നുണ്ട്. അനു പറയും, കമല സാർ ഇവിടെ നിൽക്കട്ടെ, നമുക്ക് പോയി നോക്കാം. ആരാണെന്ന് വെരിഫൈ ചെയ്യാനല്ലേ? അതിപ്പോ നമുക്കാണെങ്കിലും പറ്റുമല്ലോ. കമലനും നല്ല ടെൻഷനും പേടിയുണ്ട്. ദൈവമേ എന്നൊക്കെ വിളിച്ച് വിഷ്ണു നിൽക്കുമ്പോ കമലൻ പറയും, അതായിരിക്കില്ല ആശാനെ, ഞാനല്ലേ പറയുന്നത്. എനിക്ക് ഉറപ്പുണ്ട് നമ്മളെ ദൈവം കൈവിടില്ല. വിഷ്ണു ആണെങ്കിൽ ആടി പോകുന്നുണ്ട്. മദ്യപിച്ചിട്ടൊന്നുമില്ല, സങ്കടം കൊണ്ട് തളർന്ന അവസ്ഥയിലാ. അനു പറയും, കമലവാ നമുക്ക് നോക്കാം. വിഷ്ണുവിന്റെ ശ്വാസമൊക്കെ വല്ലാതെ പോകുന്ന പോലൊക്കെ തോന്നാണ് വിഷ്ണുവിന്. വാ കമല. അങ്ങനെ അവര് ചെല്ലുമ്പോ ആ സെക്യൂരിറ്റിക്കും, എന്താ? കമലൻ പറയും, ഇപ്പൊ ഇവിടെ കടലിൽ മുങ്ങി മരിച്ചൊരു സ്ത്രീയുടെ ബോഡി കൊണ്ടുവന്നില്ലായിരുന്നോ? അപ്പൊ അയാളേക്കും, അത് നിങ്ങളുടെ ആരെങ്കിലും ആണോ? കമലൻ വിഷ്ണുവിനെ ഇങ്ങനെ നോക്കും. വിഷ്ണുവിന്റെ ദയനീയ മുഖം നോക്കുമ്പോ അങ്ങ് സങ്കടത്തിലാണ് കമലനും. അത് പിന്നെ ആ സെക്യൂരിറ്റി വീണ്ടും ചോദിക്കും, നിങ്ങളുടെ ആരെങ്കിലും ആണോ? കമലൻ പറയും, ഒരു സംശയം, നോക്കാൻ വന്നതാ. അധികം പ്രായമില്ലാത്ത കുട്ടിയാ, പച്ചസാരി കൊടുത്തിരിക്കുന്നത്. ഇത് വീണ്ടും കേൾക്കുമ്പോ വിഷ്ണു ഒന്നുകൂടെ തളർന്നു പോവാ. ആ ചുമരിൽ ചാരി നിൽക്കും. മുടി ബാക്കിലേക്ക് ഇരിയിട്ട് ഒരു ക്ലിപ്പിട്ട രീതിയിലാ. കഴുത്തിൽ ചെറിയൊരു മാലയുണ്ട്. ഇതൊക്കെയാണ് രൂപം. ഇതൂടെ കേൾക്കുമ്പോ വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ ഹെയർ സ്റ്റൈലും ആ കഴുത്തിലെ മാലയും എല്ലാം ശ്രദ്ധിച്ചത് ഇങ്ങനെ ആലോചിക്കാ. എന്നിട്ട് പിന്നെ വിഷ്ണുവിനോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, തളർന്നങ്ങ് ഇരുന്നു പോവാ. അപ്പോഴേക്ക് കമലൻ ഓടിച്ചെല്ലും. അടുത്തിരുന്നിട്ടേക്കും, ആശാനെ എന്താ ആശാനെ ചതി പറ്റിയോന്ന് ഒരു സംശയം. അയാൾ പറയുന്ന അടയാളങ്ങളൊക്കെ കേട്ടില്ലേ? അതൊക്കെ കുഴപ്പാ. എനിക്ക് ഉറപ്പായി അവളെന്നെ തനിച്ചാക്കിയിട്ട് പോയി. അവള് പോയി.
എന്നെ തനിച്ചാക്കി തളർത്തിപ്പോയി. അവൾ പോയി. ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞു നിൽക്കുമ്പോ കമലം പറയും, ആശാനെ സങ്കടപ്പെടാതിരിക്കുകയും നോക്കട്ടെ, നമ്മൾ കരുതുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ആശാനെ തനിച്ചാക്കി എന്റെ ഏട്ടത്തിയമ്മയ്ക്ക് വിട്ടുപോകാനാവില്ല. എനിക്ക് ഉറപ്പുണ്ട് ഇതൊന്നുമല്ല. അത് അയാൾ പറഞ്ഞ അടയാളങ്ങളൊക്കെ ശരിയാണെങ്കിൽ എടാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ലടാ. കമലൻ അങ്ങ് ഞെട്ടും. ആശാനെ വിഷ്ണുവിനും എനിക്ക് അവളെ ഈ അവസ്ഥയിൽ കാണാൻ പറ്റില്ലടാ. അങ്ങനെ കിടക്കുന്നത് എനിക്ക് കാണണ്ട. അവളെന്നെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്തതാ. എന്നോടുള്ള ദേഷ്യം തീർക്കാനേ. എനിക്കറിയാം ഇതിനെങ്ങനെ തിരിച്ചടി കൊടുക്കണമെന്ന്. കൊടുക്കും ഞാൻ. അങ്ങനെ ഒറ്റയ്ക്കൊന്നും അവളെ ഞാൻ വിടില്ല. അവൾ പോയാ ഞാനും പോവും, കൂടെ പോവും. ഞാൻ പോവൂടാ. ആശാനെ ഞാൻ ആദ്യം നോക്കട്ടെ, എന്നിട്ടല്ലേ അറിയാൻ പറ്റൂ. അപ്പോഴും വിഷ്ണു ഒരു ഭ്രാന്തനെ പോലെ അപ്പൊ സംസാരിക്കുന്നത്. ഞാൻ പോവും. അപ്പൊ കമലം പറയും, ആശാനെ ഒന്ന് ക്ഷമിക്കേ. അങ്ങനെ സെക്യൂരിറ്റിക്കും ബോഡി കാണിക്കട്ടെ. വിഷ്ണു അയ്യോ എന്ന് പറഞ്ഞിങ്ങനെ പൊട്ടി കരയണേ. കമലൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അപ്പോഴേക്കും അയാളെ ബോഡി കാണിച്ചു കൊടുക്കണേ. അനുങ്ങനെ അതിലേക്ക് നോക്കുന്നത്